ഹലോ ഗൈസ്, ഞങ്ങൾ മാങ്ങാപ്പഴം വെക്കാൻ പോവാണ്. ഇവിടെയാണ് ഞങ്ങൾ മാങ്ങാപ്പഴം വറക്കാൻ വരുന്നത്. ഇത് വലിയ മൂവാണ്ടൻ മാങ്ങയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയതുണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇവിടുത്തെ ചേട്ടൻ പറിച്ചിട്ടുണ്ട്. ഇത് നല്ല താഴെ കിടക്കുന്നതാണ്. ഇതാണ് അവിടെ നട്ടാൽ ഇങ്ങോട്ട് താങ്ങി വരുന്നതാണ്. ഒരു മാങ്ങ കിട്ടിയായി ചെറിയതായിട്ട് ഇവിടെ ചതഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് തേടാം. നമുക്ക് വന്നപ്പോ തന്നെ കിട്ടി. കിടക്കണം. രണ്ടെണ്ണം ഇത് പോയതാണ്. കിളി കൊത്തി. അത് കിളി കൊത്തിട്ടാ. നമുക്ക് ഇന്നലെ രണ്ടെണ്ണം കിട്ടിയിരുന്നു. അപ്പൊ ഇന്നും രണ്ടെണ്ണം കിട്ടും. താനെപ്പോഴും ഇതിൽ അപ്പടി പള്ളയാ അവിടെ. അപ്പൊ ഇവിടെ വെട്ടിക്കഴിച്ചാൽ ഇവർക്ക് തന്നെ കുറച്ച് പോകണം. ഇത് രാവിലെ വീണതാണ്. ഇതുണ്ട് കഴിഞ്ഞ നീര്. ഇതുണ്ട് കിളിയൊക്കെ കൊത്തിയതാ പലത്. രണ്ടെണ്ണം കിട്ടിയിരിക്കുന്നു. ഇന്നലെ ഇന്ന് രണ്ടെണ്ണം അച്ഛ പോവുക. അപ്പൊ നമുക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് വെക്കാം. എന്നാലും അടുത്തത് വെക്കാൻ പറ്റുള്ളൂ. വാഴയുടെ ഇല പറിച്ചിട്ട് വാഴയില പറിച്ചിട്ട് പോവുകയാണ്. പഴുത്ത വാഴയില, പഴുത്ത മാങ്ങക്ക് പഴുത്ത വാഴ. എനിക്ക് കിട്ടിയത് വലിയ ഒരെണ്ണമാണ്. എന്തായാലും പിടിക്കണ്ടേ. നമുക്ക് ഇങ്ങോട്ട് വരാം. ഇന്ന് 3 എണ്ണം കിട്ടിയിരിക്കുന്നു. ഇവിടെ ഒത്തിരി മാങ്ങ തിന്ന് കിടപ്പുണ്ട്. പക്ഷെ എല്ലാം കിളി കൊത്തിയതാണ്. ഇപ്പൊ തന്നെ നമുക്ക് 3 മാങ്ങ. ഇന്നലെ 2 എണ്ണം. അമ്മക്കാണോ കിട്ടിയത്? അമ്മ എനിക്ക് ഒരെണ്ണം കിട്ടി. ഇപ്പൊ എനിക്ക് നിന്നതായി അമ്മ. അയ്യ, അമ്മ 3 പിന്നെ ചുമക്കുന്ന ഞാനും എങ്ങനെ മാങ്ങാപ്പഴം പിടിക്കും. ഇതും കൂടെ പിടിച്ചു. ഇപ്പം 5 എണ്ണം. ഇവിടെ ഭയങ്കര പള്ളയായോണ്ട് അല്ലെങ്കിൽ എനിക്ക് 1 ദിവസം കിട്ടി ഗായ്സ്. ഇനി എന്നെ കൊണ്ട് വെറുക്കാനും കഴിയും. ഇവിടെ കൊമ്പിടി എണ്ണം ഇതൊക്കെ വാവല് കടിച്ചിട്ടിട്ടുണ്ട്. എല്ലാം വാവലൊക്കെ കടിച്ചിരുന്ന. ഇവിടെയാണ് നമ്മുടെ വീഴുന്നത്. നമുക്ക് കൊറേ കിട്ടി കേട്ടോ. മാങ്ങ മുമ്പിൽ നിൽക്കുന്നു ഈ സ്ഥലത്താ. അതെ, കൊറേ നിൽക്കണ്ടേ. അപ്പൊ ഈ സ്ഥലത്ത് ഇലയുടെ കളറായതുകൊണ്ട് കിടന്നാലും കാണത്തില്ല. ഇല മാങ്ങയുടെ ഇലക്ക് തന്നെ ഇങ്ങനെ കറുപ്പ് പുള്ളികളില്ലേ? ആ കറുപ്പ് പുള്ളികൾ കാണാം അമ്മക്ക്.
സംഭവം മനസ്സിലായി. ഞാൻ ഇതെല്ലാം കൊണ്ട് വെച്ചിട്ട് വരാതെ നമുക്ക് പിന്നെ വന്നെടുത്തോളാം. ഇവിടെ വെച്ചോളാം. ഇപ്പൊ തന്നെ നമുക്ക് 5 കിട്ടി. ഒരെണ്ണം ഇവിടെ ഇങ്ങനെ ഇങ്ങനില്ലേ, അത് നമുക്ക് എടുക്കുമ്പോ ഇവിടെ തന്നെ ഒന്നുകൂടെ ചെയ്യണം. ചിലപ്പോ വേറെ കിട്ടിയെങ്കിലും. ഇപ്പൊ എന്റെ വലിയ ശല്യമുള്ള തീരെ ചെറിയ നാടൻ മാങ്ങ അല്ല, വേറെ ഏതോ ഒരു മാങ്ങ. നാടൻ മാങ്ങനെ പോലെ ഉൾഭാഗം അല്ലേ? ഒത്തിരി കിളികളൊക്കെ തിന്നിട്ടുണ്ട്. കൊറേ എന്തൂരം കിളി കൊത്തുമ്പോ ബാക്കിയും കൂടെ തപ്പി പെറുക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ.